അത്ഭുത വസ്തുവിൽ നിന്ന് അപകടകാരിയിലേക്ക്. കണ്ടുപിടുത്തത്തിന് ശേഷം റേഡിയം ഒരു അത്ഭുത വസ്തുവായാണ് കണക്കാക്കപ്പെട്ടത്. അതിൻ്റെ പ്രധാന സവിശേഷതകൾ ഇതായിരുന്നു: റേഡിയോ ആക്ടിവിറ്റി. ഇത് തുടർച്ചയായി ഊർജവും കണങ്ങളും പുറത്തുവിട്ടുകൊണ്ടിരുന്നു. സ്വയം പ്രകാശിക്കാനുള്ള കഴിവ്, ഇരുട്ടിൽ തിളങ്ങാനുള്ള കഴിവ് ഇതിനുണ്ടായിരുന്നു. ചികിത്സാ സാധ്യതകൾ: ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ഇതിന് കഴിവുണ്ടെന്ന് കണ്ടെത്തി. ഇത് റേഡിയം തെറാപ്പി അഥവാ ക്യൂറി തെറാപ്പി എന്നറിയപ്പെട്ടു. ഈ കണ്ടെത്തലുകൾ റേഡിയത്തിന് വലിയ പ്രചാരം നൽകി. വാച്ചുകളിലെ സൂചികളും അക്കങ്ങളും ഇരുട്ടിൽ തിളങ്ങാൻ റേഡിയം പെയിൻറ് ഉപയോഗിച്ചു തുടങ്ങി. വിമാനങ്ങളിലെ ഉപകരണങ്ങളിലും ഇത് ഉപയോഗിച്ചു. കൂടാതെ ടൂത്ത് പേസ്റ്റ്, വെള്ളം, ചോക്ലേറ്റ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങി എന്തിലും ഏതിലും ആരോഗ്യത്തിനും ഊർജ്ജത്തിനും നല്ലതാണെന്ന പേരിൽ റേഡിയം ചേർത്ത് വിപണനം ചെയ്തു. റേഡിയം കലർത്തിയ വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണെന്ന് പലരും വിശ്വസിച്ചു. എന്നാൽ റേഡിയത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് അന്ന് കാര്യമായ അറിവുണ്ടായിരുന്നില്ല. വാച്ചുകളിൽ നിറം കൊടുക്കുന്ന ഫാക്ടറികളിലെ തൊഴിലാളികൾ, കൂടുതലും യുവതികൾ, ബ്രഷിൻ്റെ അഗ്രം കൂർപ്പിക്കാനായി റേഡിയം പെയിൻറ് പുരട്ടിയ ബ്രഷ് നാവിൽ വെക്കുമായിരുന്നു. ഇത് റേഡിയം ഗേൾസ് എന്നറിയപ്പെട്ട അവരുടെ ജീവിതത്തിൽ വലിയ ദുരന്തം വിതച്ചു. റേഡിയം ശരീരത്തിൽ അടിഞ്ഞുകൂടി എല്ലുകളെ നശിപ്പിക്കുകയും മാരകമായ ക്യാൻസറിനും മറ്റു ഗുരുതര രോഗങ്ങൾക്കും കാരണമാകുകയും ചെയ്തു. ഇവരിൽ പലരും ചെറുപ്രായത്തിൽ തന്നെ ഭയാനക രീതിയിൽ മരണപ്പെട്ടു. ഈ സംഭവങ്ങൾ റേഡിയത്തിൻ്റെ മാരകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ലോകത്തിന് മുന്നറിയിപ്പ് നൽകി. റേഡിയത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചും ഉള്ള പഠനങ്ങൾക്ക് ഇത് ആക്കം കൂട്ടി. റേഡിയം നിരന്തരമായി കൈകാര്യം ചെയ്ത മേരി ക്യൂറി തന്നെ അപ്ലാസ്റ്റിക് അനീമിയ ബാധിച്ച് 1934 മരണപ്പെട്ടു. അമിതമായ റേഡിയേഷൻ ഏറ്റതാണ് ഇതിന് കാരണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് റേഡിയത്തിൻ്റെ ഉപയോഗം വളരെ പരിമിതമാണ്. ഇതിൻ്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞോടെ തിളങ്ങുന്ന പെയിൻറ്റുകളിലും മറ്റു ഉൽപ്പന്നങ്ങളിലും സുരക്ഷിതമായ മറ്റു വസ്തുക്കളിലും ഉപയോഗിക്കാൻ തുടങ്ങി. ക്യാൻസർ ചികിത്സയിൽ റേഡിയം തെറാപ്പിക്ക് പകരം കൂടുതൽ സുരക്ഷിതവും നിയന്ത്രിതവുമായ ഐസോടോപ്പുകളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നു. എന്നാൽ ചില പ്രത്യേക വ്യാവസായിക മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഇപ്പോഴും റേഡിയം ചെറിയ അളവിൽ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളോട് ഉപയോഗിക്കാറുണ്ട്. റേഡിയത്തിൻ്റെ കഥ ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെയും അതിൻ്റെ പ്രയോഗത്തിലെ ശ്രദ്ധക്കുറവ് വരുത്തുന്ന വിനയുടെയും ഓർമ്മപ്പെടുത്തലാണ്. മേരി ക്യൂറിയുടെയും പിയറി ക്യൂറിയുടെയും കഠിനാധ്വാനം റേഡിയോ ആക്ടിവിറ്റി എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചു. എന്നാൽ ഒരു പുതിയ കണ്ടെത്തലിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആവേശം കൊള്ളുമ്പോൾ തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ബോധവാന്മായിരിക്കണം എന്ന വലിയ പാഠം റേഡിയത്തിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.